ഹലോ, ഇന്ന് ഞങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. എപ്പോഴും കുറേ റീൽസ് ഇട്ട് വെറുപ്പിക്കുകയാണല്ലോ. ഞങ്ങൾ യു കെയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ യു കെയിൽ വന്നിട്ടൊരു 3 വർഷമായി. അപ്പോൾ നമ്മൾ 3 വർഷമായി നമ്മളിങ്ങനെ ഞങ്ങളിവിടെ വന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഞാനും ഇവളും ഞങ്ങളിപ്പോൾ ഒരു ഫ്ലാറ്റ് മേറ്റ്സാണ്. നമ്മളൊരു ഫ്ലാറ്റിലാണ് ഉള്ളത്. ഇതിന് മുന്നേ ഒരു പരിചയമൊന്നുമില്ല. പക്ഷെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എത്രയോ മുൻകാല പരിചയമൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ലെവലിൽ നമുക്ക് അങ്ങനെ തോന്നൂല, ഫീൽ ചെയ്യുമല്ലോ. അങ്ങനത്തെ ഒക്കെ ഒരു ഇത് തോന്നിയായിരുന്നു. ഇപ്പം ഞങ്ങൾ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഒരു സിസ്റ്റേഴ്സായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. ഇതാണ് ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ. ഞങ്ങൾ നാട്ടിലെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വയനാട്ടിൽ, ഞാൻ തൃശ്ശൂർ. ഇവരെന്നെ കളിയാക്കും കാട്ടീന്ന് വന്നാലേന്ന്. പക്ഷെ വയനാട്ടിലുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണോ, കാടല്ല, ഓക്കെ, കാടില്ല എന്നല്ല, എങ്കിൽ പോലും അത്രയും നമ്മളൊരു കാട്ടിലുള്ളവർ എന്നുള്ളൊരു എന്താ പറയുക, ഒരു പിക്ചറാണ് ഇവിടെ എല്ലാവർക്കും. വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇപ്പം എല്ലാം വന്നിട്ടുണ്ട്. റെയിൽവേ ഇല്ല, പക്ഷെ റെയിൽവേ എയർപോർട്ടൊന്നും ആയിട്ടില്ല. പിന്നെ അപ്പം പക്ഷെ ഓക്കെ, എനിക്ക് എൻ്റെ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് എനിക്കും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ ബേസിക്കലി ഒരു മലപ്പുറം പെരിന്തൽമണ്ണക്കാരിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് തൃശ്ശൂർ. എനിക്ക് രണ്ട് നാടും ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കാലം നമ്മൾ ജീവിച്ചു എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഇപ്പം സ്റ്റിൽ ഞാൻ എൻ്റെ നാട്ടിലെ പെരിന്തൽമണ്ണ തന്നെയാണ്. പെരിന്തൽമണ്ണയെക്കുറിച്ച് എല്ലാവർക്കും അറിയോ എന്നൊന്നും എനിക്കറിയില്ല. വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി, അത്രയാണ് എനിക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ യു കെയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടും എക്സ്പെക്റ്റഡ് എന്താ, ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു വന്നതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അൺഎക്സ്പെക്റ്റഡ്ലി വന്നതാണ് ഞാൻ. ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ദാറ്റ് ചേച്ചി പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, ഒരു ഇതുണ്ടായിരുന്നു വരണം, അങ്ങനെയൊക്കെ വന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് വന്ന് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് യാതൊരു പ്രശ്നവും ഇതുവരെ എന്താ പറയുക അത് നമ്മൾ പറയണമല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു നഷ്ടം എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ഏൺ ചെയ്തു അങ്ങനെയൊന്നല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഓക്കെ ആണ്. നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്തേക്കാളും എന്തുകൊണ്ടും ഓക്കെ ആയിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നല്ല സപ്പോർട്ടൊക്കെ എല്ലാവരും കയ്യുന്നുണ്ട്. ഇപ്പം ഞാനൊരു നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിൻ്റേതായ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ റെസ്പെക്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ പൈസയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമുക്ക് നഷ്ടമെന്ന് ഇവിടെ വന്നിട്ട് നഷ്ടമെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് തോന്നിയിട്ടില്ല. നമ്മുടെ പേഴ്സണലി ഉള്ള അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഞങ്ങളുടെ സ്ഥലത്തെ സംബന്ധിച്ചിരിക്കും കുറെ കാര്യം. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അത്ര സിറ്റി അല്ല, ഞങ്ങൾ കുറച്ചും കൂടി ഉള്ളിലോട്ട്. ഡെവണിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. സിറ്റിയുള്ള ഭാഗങ്ങളുണ്ട്, അല്ലാതെ കുറച്ച് ഉള്ളിലേക്കുള്ള ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞാൽ അത്യാവശ്യം ഉള്ളിലേക്കുള്ള ഒരു ഭാഗം തന്നെയാണ്. എന്നാൽ കടയിലേക്കൊക്കെ പോകണമെങ്കിൽ 1.5 മണിക്കൂറൊക്കെ അതെ, ഒരു മലയാളി ഷോപ്പ് അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഇച്ചിരി ദൂരമുണ്ട്. പക്ഷെ എന്നാൽ പോലും നമ്മളിവിടെ ഹാപ്പിയാണ്. നമ്മൾ ആ പോകുന്നതൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് പോകാറുണ്ട്. അത് പലപ്പോഴും ഞങ്ങളുടെ റീൽസ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞങ്ങൾ ബസ്സിലിരുന്നും നടന്നുകൊണ്ടും ഇരുന്നുകൊണ്ടൊക്കെ ഞങ്ങൾ റീൽസ് ഇടാറ്.